മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. ഇയർ ബാലൻസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയെ മരുന്നില്ലാതെ സുഖപ്പെടുത്തുന്ന ഒരു ഡോക്ടറെക്കുറിച്ചായിരുന്നു ആ പോസ്റ്റ്. ചന്ദ്രാപിനി സ്വദേശിയായ ഡോക്ടർ MR രവിയായിരുന്നു ലാലിന്റെ പോസ്റ്റിലെ താരം. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോസ്റ്റ് വൈറലായി. ഒപ്പം ഡോക്ടർ രവിയുടെ ഫോണിലേക്ക് പരിചിതരും അപരിചിതരുമായ നിരവധി പേരുടെ ഫോൺ കോളുകൾ ഒഴുകിയെത്തി. ഇയർ ബാലൻസ് രോഗബാധിതരായിരുന്നു വിളിച്ചവരിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ 8 വർഷമായി ഈ രംഗത്ത് പ്രശസ്തനാണ് ഡോക്ടർ രവി. വർഷങ്ങളോളം ഈ രോഗാവസ്ഥ മൂലം കഷ്ടപ്പെടുന്നവർക്ക് നിമിഷങ്ങൾക്കുള്ളിൽ മരുന്നില്ലാതെ ഡോക്ടർ അസുഖം മാറ്റിക്കൊടുക്കും. നിരവധി മരുന്നുകൾ കഴിച്ചിട്ടും രോഗം മാറാതെ നിരാശയിലാഴുന്നവരെല്ലാം രവി ഡോക്ടറെ കണ്ട് സന്തോഷത്തോടെ മടങ്ങും. അവരുടെ അസുഖം പൂർണ്ണമായി മാറിയെന്ന് ഡോക്ടറെ വിളിച്ചറിയിക്കും. ദിനംപ്രതി നിരവധി പേരാണ് ഇത്തരത്തിൽ ഡോക്ടറെ തേടിയെത്തുന്നത്. 2006 വയനാട്ടിൽ നിന്ന് DMO ആയാണ് ഡോക്ടർ രവി സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. 8 വർഷം മുമ്പ് തനിക്ക് അനുഭവപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തിന് മറ്റുള്ളവരെ പോലെ ഡോക്ടർ രവിയും മരുന്ന് കഴിച്ചു. 2 ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിച്ചു. പക്ഷെ പിന്നീട് ഭാര്യയ്ക്ക് സമാന അവസ്ഥ വന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ഡോക്ടർ പഠനം നടത്തുന്നത്. ലളിതമായ ചില വ്യായാമങ്ങൾ ഈ അസുഖത്തിന് ഉപകാരപ്രദമാകുമെന്ന തിരിച്ചറിവ് ഭാര്യയിൽ പരീക്ഷിച്ചതോടെ ഡോക്ടർ വിജയം കണ്ടു. അന്ന് തൊട്ട് തന്റെ അടുത്തെത്തുന്ന രോഗികളിലും ഡോക്ടർ ഈ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു. 8 വർഷത്തിനുള്ളിൽ 30,000-ലധികം പേർക്ക് പൂർണ്ണമായും അസുഖം മാറ്റാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് രവി ഡോക്ടർ. ഒരു 8 വർഷം മുമ്പ് എനിക്കിത് വന്നു. അപ്പോഴാണ് എൻ്റെ ഭീകരാവസ്ഥ എനിക്ക് മനസ്സിലായത്. ഇതൊരു നിസ്സാര കാര്യമാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് മനുഷ്യനെ ഒന്നിനും കൊള്ളാണ്ടാക്കണം, ജീവിക്കാൻ തന്നെ ആഗ്രഹം ഇല്ലാണ്ടാക്കാവുന്ന തരത്തിലുള്ള രോഗം. പക്ഷേ ഇതിന് എക്സിസ്റ്റിംഗ് ട്രീറ്റ്മെൻ്റ് ഒന്നും ഇതിന് എഫക്റ്റീവായിട്ട് ഇല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ അന്വേഷിക്കുകയും നെറ്റിലൊക്കെ ഒരു എക്സ്റ്റെൻസീവായിട്ടൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടാണ് ഞാനത് കണ്ടുപിടിക്കാൻ പറ്റിയത്. എനിക്ക് തോന്നുന്നതിന് ശേഷം 1 മാസത്തിനുള്ളിൽ എൻ്റെ മിസ്സിസിന് ഇതേപോലെ തന്നെ വന്നു. എനിക്ക് തോന്നി ഞാൻ ഈ മനസ്സിലാക്കി വെച്ച പ്രൊസീജിയർ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ തോന്നി. 10 മിനിറ്റിനുള്ളിൽ അത് ഞാൻ കംപ്ലീറ്റ് മാറിപ്പോയി. അപ്പോഴാണ് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എനിക്ക് മനസ്സിലായത്. അന്ന് തൊട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഇഷ്ടംപോലെ ആൾക്കാർ, അതായത് എല്ലാവർക്കും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ ഇക്കഴിഞ്ഞ മെയ് 31 ഡോക്ടറെ കുറിച്ചറിഞ്ഞിരുന്ന മോഹൻലാലിന്റെ സിംഗപ്പൂരിലുള്ള അടുത്ത ബന്ധു രവി ഡോക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട ഇയർ ബാലൻസ് പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. തിരിച്ച് വീഡിയോ കോൾ വിളിച്ച് ലളിതമായ വ്യായാമത്തിലൂടെ ഡോക്ടർ അതിന് പരിഹാരം കാണുകയും ചെയ്തു. ഇക്കാര്യം മോഹൻലാലുമായി പങ്കുവച്ചപ്പോൾ ഡോക്ടറെ നേരിൽ കാണണമെന്ന ലാലിന് ആഗ്രഹം. ജൂൺ 23 ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ലാൽ മടങ്ങുന്ന വഴി പുലർച്ചെ ഡോക്ടറുടെ വീട്ടിലെത്തി. 1 മണിക്കൂർ കഴിഞ്ഞാണ് ലാൽ മടങ്ങിയത്. സമൂഹത്തിൽ ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ. അതുകൊണ്ട് തന്നെ ഈ ഹീറോയെപ്പറ്റി അദ്ദേഹത്തിന്റെ പിന്തുണയും സഹായവും രക്ഷയായേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നി എന്ന വരിയോടെയാണ് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം.